മച്ചാച്ചൻ കണ്ട്. അപ്പോൾ മച്ചാച്ചൻ ഞങ്ങളെടുത്ത് ഞങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്കും മച്ചാച്ചൻ ആണെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ഞങ്ങളിപ്പോൾ കാണിക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ അതുണ്ടോ നോക്കും. നമുക്ക് പോയി അച്ചാച്ചനെ വിളിച്ചിട്ടോ, നമുക്ക് ഇത് നോക്കാം എന്തുവാണ്. അത് മറ്റേ ഇതിന് കിളിക്കൂടാണല്ലോ. ഇത് മറ്റേ കോമൺ ടൈൽ ബേർഡില്ലേ, അതിന്റെ കൂടാ. പിന്നെ മലയാളത്തില് അടയ്ക്കാക്കുരുവി, അടയ്ക്കാക്കുരുവി എന്ന് പറയും. താത്തി വെച്ചേക്കുന്നതിന്റെ കാര്യം എനിക്ക് കേട്ടില്ല. താത്തി വെച്ചേക്കുന്നതുകൊണ്ട് ഇതിപ്പോ ഉടനെ എക്സ്റ്റിൻഡ് ആയി പോകും. ഇത് ഭയങ്കര റെയർ ബേർഡാ. ഇത് ഏഷ്യയിൽ മാത്രമേ ഈ ബേർഡ് ഉള്ളൂ. പിന്നെ ഇന്ത്യ ഏഷ്യയിലല്ലേ, അപ്പൊ ഇത് ഏഷ്യയിൽ വന്നു. പിന്നെ ഇത് നമ്മുടെ ജംഗിൾ ബുക്ക് ഇല്ലേ, വൈറ്റ് കളർ, അത് മറ്റേ അതെനിക്ക് വലിയായിട്ട് അറിയത്തില്ല സംഭവം. ശരിക്കും അറിയാവുന്ന ജംഗിൾ ബുക്കില്ലേ, ജംഗിൾ ബുക്കിനകത്തൊരു ബേർഡ് ഇല്ലേ മറ്റേ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ആ ബേർഡ് കോമൺ ടൈൽ ബേർഡാ. ഇത് മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ദിവസം കൊണ്ട് ഇത് വിരിയും. പിന്നെ ഇതിന് വെയിറ്റ് ഇല്ല, 7.5 ഗ്രാംസേ ഉള്ളൂ വെയിറ്റ്. ഇങ്ങനത്തെ കച്ചിയൊക്കെ വെച്ചല്ലേ ശരിക്കും കൂട്. പക്ഷെ ഇതിന് പിള്ളേരെ ഇടാനും പിള്ളേർക്ക് എത്തി നോക്കാനും ഇത് കൊടുക്കാനും ഒക്കെ മുട്ടയിട്ട് വെക്കും. വിരിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അവർക്കറിയാം ഇത്രയും സ്പേസ് ഉള്ളതെന്ന് പറയും. അപ്പം ഇത് ഇത്രയും ചെറുതും ഇങ്ങനെ കൂടുതൽ അത് കുഞ്ഞുങ്ങളെ വെക്കും, മുട്ടയിടും. എന്നിട്ട് മുട്ട വിരിയുമ്പോഴത്തേന് ഇതിവിടെ വല്ലോ ഈ കമ്പയ വല്ലോ വന്നിരുന്ന് ഫുഡ് കൊടുക്കും. ഇങ്ങനെ വല്ലോ പുഴുവിനെ വല്ലോട്ട് കൊടുക്കും. നീറൊന്നും വരത്തില്ല, വന്നു അതിപ്പോൾ പാലില്ലാത്തതുകൊണ്ടാണ് ഉടനെ വരും. ഇതിനെ കൊച്ചു പിടിക്കാം, കൊക്കോ പിടിക്കാം, ആ പൂച്ച പിടിക്കാം. കൊച്ചു അതുകൊണ്ട് ഇത് എക്സ്റ്റെൻഡ് ആയിപ്പോവും പെട്ടെന്ന്, ഇങ്ങനെ താത്തി വെച്ചിട്ടുള്ളതുകൊണ്ട്. കൊച്ചിനെ ആരും കാണിക്കല്ലേ? കൊച്ചു കാണിക്കൊന്നുമില്ല, ഇലയല്ലേ കൊച്ചു, സാധാരണ ഇലയാന്ന് അകത്തൊന്നുമില്ല, അകത്ത് മുട്ടയിടും ഒന്ന്. അതും കാണിച്ചില്ല. മറ്റേ ഇതാന്ന് തോന്നുന്നു ഇതിന്റെ കൂടെ കണ്ട വെച്ച് കൂടെയല്ലേ ഈ ഫെദേഴ്സ് ഒക്കെ വെച്ച് എടുക്കുന്നത്. അതായത് ബീക്കില്ലേ എൻ്റെ, അത് വെച്ച് കഴിക്കുന്നേ. സോ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് കോമൺ ടെയിൽ ബേർഡ് അല്ലെങ്കിൽ അടയ്ക്കാക്കുരുവി, അതിൻ്റെ കൂടാണിത്. അപ്പം നിങ്ങളുടെ ഗാർഡനിലും ഇത് കാണും, ചിലപ്പോൾ കാണും. അപ്പം നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഇതിൻ്റെ കൂട് ഇങ്ങനെ ഇലകൾക്കിടയിലായിരിക്കും, ഇപ്പം കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കി ഇതുപോലത്തെ കൂടുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സാധനം കണ്ടു. ബാക്കി തങ്കു പറ. പിന്നെ അത് പറയണം. പറയണം. ഇനി ഒന്നും കൂടെ പറയണം. അഭി ആദ്യം പറയണം.